ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻ്റർനെറ്റിൽ വൈറലായ കുറച്ച് വീഡിയോസാണ്. ഈ വീഡിയോസിൻ്റെ എല്ലാം പ്രത്യേകത മനുഷ്യത്വം എന്നത് ഉണ്ട് എന്ന് തെളിയിക്കുന്നവയാണ് ഇവയെല്ലാം എന്നുള്ളതാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ തീർച്ചയായും നിങ്ങൾ അത്ഭുതപ്പെടും. വ്യത്യസ്തമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ സൈനികരാണ്. അവർ മഴയിലും മഞ്ഞിലും വെയിലിലും കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കുന്നത്. ഒരു പട്ടാളക്കാരൻ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്ന CCTV വീഡിയോ ആണിത്. ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഒരു പട്ടാളക്കാരനും ഇരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ആ സമയത്ത് ഒരു അമ്മ കുട്ടിയെയും കൂട്ടി ഓടി ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കുട്ടിയുടെ കാൽ ട്രെയിനിന് അടിയിലേക്ക് പോയി കുട്ടി വീണു. കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൈനികൻ വേഗത്തിൽ തന്നെ കുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്ന് കുട്ടിയുടെ കയ്യിൽ പിടിച്ച് കുട്ടിയെ രക്ഷിച്ചു. ഒരു പക്ഷേ അദ്ദേഹം ഒരു പട്ടാളക്കാരൻ ആയതുകൊണ്ടായിരിക്കാം ഇത്ര വേഗത്തിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഫ്ലോറിഡയിൽ നിന്നുള്ള വീഡിയോ ആണിത്. കുറച്ച് ജയിൽ പുള്ളികൾ ഒരു കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ്. ക്രിമിനൽസ് ആണെങ്കിലും ഇവിടെ അവർ അവരുടെ സ്കിൽ ഉപയോഗിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു വയസ്സായ കുഞ്ഞ് കാർ ലോക്കായി പോയപ്പോൾ ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവർ അവരുടെ സ്പെഷ്യൽ സ്കില്ല് യൂസ് ചെയ്യുന്നത്. കുട്ടിയുടെ അച്ഛൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് കുട്ടി കാറിൽ കുടുങ്ങിപ്പോയത്. കാറിൻ്റെ ചില്ലുടയ്ക്കാതെ തന്നെ അവർക്ക് ആ കുട്ടിയെ രക്ഷിക്കാനും സാധിച്ചു. അവർ കുറ്റവാളികളാണെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കാൻ അവർ ചെയ്തത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അടുത്തതായി നമ്മൾ കാണുന്ന വീഡിയോയിൽ ഒരു താറാവ് തൻ്റെ കുഞ്ഞുങ്ങളുമായി റോഡിലൂടെ പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈനേജിന് മുകളിലൂടെ പോയപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ അതിനുള്ളിൽ വീണുപോയി. അതുകണ്ട അമ്മ താറാവ് എവിടെയും പോകാതെ ഡ്രൈനേജിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഒച്ച വെച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ആളുകൾ അഴുക്കുവെള്ളം പോകുന്ന ഡ്രൈനേജിലേക്ക് യാതൊരു മടിയുമില്ലാതെ ഇറങ്ങി ആ താറാവ് കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ആ താറാവ് കുഞ്ഞുങ്ങളെയും അവർ രക്ഷിക്കാൻ ശ്രമിച്ചത് കയ്യടി അർഹിക്കുന്ന കാര്യമാണ്. പരിക്ക് പറ്റിയിട്ടുള്ള തെരുവ് നായ്ക്കളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരു പക്ഷേ കുറച്ചു നേരം അതിനെ നോക്കി സങ്കടപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ജോലിക്കായി പോകും. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നുള്ള വീഡിയോ ആണിത്. കാലിന് പരിക്ക് പറ്റിയ ഈ തെരുവ് നായയെ കണ്ട ആരോ അനിമൽ റെസ്ക്യൂ ടീമിനെ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് വിവരമറിയിച്ചു. പിന്നീട് അനിമൽ റെസ്ക്യൂ ടീം വന്ന് നായയെ അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞരമ്പിന് പരിക്ക് പറ്റിയ നായയെ ആഴ്ചകളോളം ചികിത്സിച്ച് അതിനെ പഴയ രീതിയിലേക്ക് മാറ്റി. ആ നായ്ക്കുട്ടിക്ക് ഇപ്പോൾ സുഖമായി നടക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ നാട്ടിലും അനവധി അനിമൽ റെസ്ക്യൂ ടീംസ് ഉണ്ട്. നമുക്കും ഇതുപോലെ ചെറുതെന്ന് തോന്നുന്ന വലിയ നന്മകൾ ചെയ്യാൻ സാധിക്കും. മുൻപരിചയമില്ലാത്തവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എന്നാൽ മുൻപരിചയമില്ലാത്തവർക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്ത വീഡിയോ ആണിത്. അമീഷ് ജയ്സിംഗ്വാനി എന്ന ഒരു യൂട്യൂബർ എടുത്ത വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ 3 പെൺകുട്ടികൾ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ അവരെ ഒരു കാറിൽ വന്നവർ ഫോളോ ചെയ്യുകയാണ്. ഈ സംഭവത്തിൽ അമീഷ് എന്ന ബൈക്കുകാരൻ സംശയം തോന്നി ആ പെൺകുട്ടികളോട് ചോദിച്ചു. അവർ അമീഷിനോട് കാറിലുള്ളയാൾ തങ്ങളെ ശല്യം ചെയ്യുകയാണ് എന്ന് പറയുകയും ചെയ്തു. പിന്നീട് അമീഷ് അവരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കുന്നതുവരെ അവരുടെ കൂടെ പോവുകയും ചെയ്തു. യാതൊരു പരിചയമില്ലാതിരുന്നിട്ടും ഒരു അപകട സൂചന കണ്ടപ്പോൾ ആ പെൺകുട്ടികളെ സഹായിക്കാൻ അദ്ദേഹം ചെന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.